കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലം പോയി കാണണം എന്നുള്ളത്. കോയമ്പത്തൂരിന് ഏകദേശം 30 കിലോമീറ്റർ മാറി നമ്മുടെ ഇഷ ആദിയോഗി സെൻറ്റർ. പോയി കാണേണ്ട സ്ഥലം എന്നതിനുപരി പോയി ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് ഞാൻ പറയും. മെയിനായിട്ട് ഇവിടെ 2 കാഴ്ചകളാണുള്ളത്. ഒന്ന് ആദിയോഗി സ്റ്റാച്യൂവും, സെക്കൻഡ് ഇഷ യോഗ സെൻറ്ററും. ഫസ്റ്റ് സ്റ്റാച്യൂലോട്ട് തന്നെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ, നല്ല ലൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത് ആ ടൈമിലാണ്. മാത്രമല്ല അതിനെ ചുറ്റി കാണാനുള്ളൊരു സ്പേസ് കൂടിയുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ സൺസെറ്റും ടൈമും നല്ലൊരു വ്യൂവും കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ യോഗ സെൻറ്ററിലോട്ടാണ് പോയത്. അവിടെ നമ്മുടെ ഫോണൊന്നും അലൗഡ് അല്ല. നമ്മൾ ഫോണൊക്കെ അവിടെ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട്. എന്തുകൊണ്ടാണ് അവർ ഫോൺ അലൗ ചെയ്യാത്തതെന്ന് അതിനകത്ത് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല നമ്മുടെ ചെരുപ്പുകളും അലൗഡ് അല്ല, അത് നമ്മൾ പാക്ക് ചെയ്ത് അവിടെ കൊടുക്കണം. സെൻറ്ററിൻ്റെ അകത്തോട്ട് കയറുന്നതോടെ നമ്മൾ വേറൊരു ലോകത്തെത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടുത്തെ ഒരു ആംബിയൻസിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി പോകും. ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്ന മെത്തേഡൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാനും അങ്ങനെ നിന്നു. പക്ഷേ അവിടുത്തെ വോളണ്ടിയേഴ്സ് ഭയങ്കര കൈൻഡായിട്ടാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഫൈനലി അവിടുന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് ഫോണും പാക്കേജ് എല്ലാം എടുത്ത് നേരെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നു. ലൈറ്റ് ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഉറപ്പായിട്ടും. അങ്ങനെ ലൈറ്റ് ഷോ കഴിഞ്ഞു. ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്തു. ഇനി റിട്ടേൺ ആണ്. പക്ഷെ നമ്മളവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ആ തിരക്ക് കുറയട്ടെ എന്ന് കരുതി ഒന്ന് വെയിറ്റ് ചെയ്തു. ബട്ട് അതൊരു പണി കിട്ടി. നല്ല ബ്ലോക്കായി. ഏകദേശം ഒരു 1 hour നമ്മളവിടെ സ്റ്റക്കായി പോയി. എനിവേ നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്തു, നല്ലതായിട്ട് ഫീൽ ചെയ്തു.